കോടതിക്ക് മുന്നിലും റിമാൻഡിലുമായി സന്തോഷ് മാധവ് കഴിയുമ്പോൾ യഥാർത്ഥ ഭയം മറ്റൊന്നാണ്. വമ്പന്മാർ പലരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണം ഉയർന്ന കവിയൂർ കേസിലെ പെൺകുട്ടി ശാരിക ആശുപത്രിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞിരുന്നു. അറസ്റ്റ് ചെയ്ത ദിവസം മുതൽ ശാരീരിക അസ്വാസ്ഥ്യവും മറ്റും മൂലം ആശുപത്രിവാസം തുടങ്ങിയ സന്തോഷ് മാധവിന്റെ ജീവനും ഭീഷണിയുണ്ടാവാം. കാരണം സന്തോഷിൽ നിന്ന് സത്യങ്ങൾ പലതും പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്നവർ നിരവധിയുണ്ട്. ആധ്യാത്മിക കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. രണ്ട്, ഇപ്പം ഇദ്ദേഹം പറഞ്ഞല്ലോ സ്വാമി എന്ന് എന്നെ വിശേഷിപ്പിച്ചല്ലോ. ഇപ്പം യഥാർത്ഥത്തിൽ ഒരു സ്വാമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വാധിപൻ എന്നാണ്. സ്വന്തം സത്തയെപ്പറ്റി പൂർണ്ണ ബോധമുള്ള ഒരാളാണ് സ്വാമി. അപ്പൊ സന്യാസി എന്നോ ഇപ്പം ചോദിച്ച ചോദ്യത്തിൽ തന്നെ എല്ലാ മാധ്യമങ്ങളിലും വന്ന ഒരു കാര്യം ഞാൻ കണ്ടു. ശാന്തിതീരം ആശ്രമം നമ്മൾ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. ആശ്രമത്തിന് അതിൻ്റെതായ ലക്ഷണങ്ങളുണ്ട്, ഓരോന്നിനും അതിൻ്റെതായ ലക്ഷണങ്ങളുണ്ട്. എവിടെയാണ് നമ്മൾ ആ ശാന്തിതീരം ആശ്രമം എന്ന് പറഞ്ഞിട്ടുള്ളത്? അതൊരു ഗസ്റ്റ് ഹൗസ് മാത്രമാണ്. അതൊരു ഗസ്റ്റ് ഹൗസ് ആണ്. എന്തുകൊണ്ട് ഗസ്റ്റ് ഹൗസ്? അവിടെയും ചോദ്യം വരുന്നുണ്ട്. അത് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ഥാപനമല്ല. ശാന്തിതീരം എന്ന് പറയുന്നത് ഒരാശ്രമമല്ല. ശാന്തിതീരം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. 75ഓളം വിദേശീയരായിട്ടുള്ള NRIs, ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവര്, സോഷ്യൽ വർക്കിന് താല്പര്യമുള്ളവര് ചേർന്ന് രൂപം കൊടുത്തൊരു സംഘടനയാണ് ശാന്തിതീരം. ഇത്തരം പൂച്ച സന്യാസിമാർ ഒരു സംസ്കൃതിയുടെ മുഖത്താണ് കരിവാരിത്തേക്കുന്നത്. ആത്മീയതയുടെ പേരിൽ നാടൊട്ടുക്ക് കച്ചവടം പൊടിപൊടിക്കുമ്പോൾ, ആൾദൈവങ്ങൾ അവതാരങ്ങളായി എഴുന്നള്ളുമ്പോൾ മണ്ടന്മാർ ഇനിയും പിന്നാലെ പോയേക്കാം. പൂച്ച മുഴുവൻ പുറത്താകും വരെ പൂച്ച സന്യാസിമാരുടെ പാതാരവിന്ദങ്ങളിൽ തന്നെ പ്രണാമം.